സതീശൻ ഒരു ധിക്കാരിയാണോ എന്ന് ചോദിച്ചാൽ ധിക്കാരിയാണ്. സതീശൻ ഒരു നുണയനാണോ എന്ന് ചോദിച്ചാൽ സതീശൻ ഒരു നുണയനാണ്. സതീശൻ അധികാരമോഹിയാണോ എന്ന് ചോദിച്ചാൽ അധികാര മോഹിയാണ്. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണോ എന്ന് ചോദിച്ചാൽ നല്ല പ്രതിപക്ഷ നേതാവ് അല്ലേ അല്ല. എന്നാൽ ചില പെയ്ഡ് സർവേകൾ, ഒരു 11 സർവേകളാണ് UDF കേന്ദ്രത്തിൽ സതീശന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. അതുപോലെ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള സർവേ നടന്നു കഴിഞ്ഞു. ഈ സർവേകളിലൊക്കെ സതീശന് മുഖ്യമന്ത്രിയോളം വലിപ്പം ലഭിച്ചു എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ സജീവമായി ഈ സർവേകളൊക്കെ നടത്തുന്ന ഒരു കമ്പനിയുടെ ഏജന്റുമായി ഞാൻ സംസാരിച്ചു. അയാള് എറണാകുളം മണ്ഡലം, പല മണ്ഡലങ്ങളിലും ഇൻഡിവിജ്വലായിട്ട് ഒരു 2000-ഓളം ആളുകളെ അനലൈസ് ചെയ്തിട്ടാണ് ഈ സർവേ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത്. അയാൾ പറയുന്നത് മുഖ്യമന്ത്രിയേക്കാൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോളം തന്നെ ജനപിന്തുണ VD സതീശനും ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സർവേ ഫലങ്ങൾ എന്നാണ്. അപ്പോ കേരളത്തിലെ ജനങ്ങൾ ഇത്രയ്ക്ക് മണ്ടന്മാരും അല്ലെങ്കിൽ ഇത്രയ്ക്ക് നുണകൾ വിശ്വസിക്കുന്ന ആളുകളുമായി അധപ്പതിച്ചു എന്ന് സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസത്തെ പണിമുടക്കിന്റെ കാര്യം തന്നെ എടുക്കാം. പണിമുടക്കിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ എന്ന് പറഞ്ഞു പണിമുടക്കിൽ എല്ലാ ആളുകളും പങ്കാളികളാകണം എന്ന് ആഹ്വാനം ചെയ്തു. ഇപ്പോ സതീശൻ പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ഇത് ബന്ദിന്റെയും ഹർത്താലിന്റെയും പ്രതീതി ഉണ്ടാക്കിയത്, മഹാരാഷ്ട്രയിൽ അങ്ങനെയില്ല, ഡൽഹിയിൽ അങ്ങനെയില്ല എന്നൊക്കെ പറയുന്നത്. പണ്ടുകാലം മുതലേ തന്നെ, അതായത് എൻ്റെ ഒരു അറിവായ കാലം, ഒരു 25 വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ മാധ്യമ ജീവിതത്തിന്. ഇപ്പോൾ 26ാമത്തെ വർഷം, 2000-ൽ തുടങ്ങിയതാണ് എൻ്റെ മാധ്യമ പ്രവർത്തനം. ആ കാലയളവ് മുതൽ തന്നെ ഹർത്താലും ബന്ദുമൊക്കെ വരുമ്പോൾ, അന്ന് ബന്ദും കൂടി ഉണ്ടായിരുന്നു, പിന്നീടാണ് ബന്ദ് നിരോധിച്ചത്. ഹർത്താലൊക്കെ വരുമ്പോൾ കേരളത്തിലുള്ള പൾസ്, കേരളത്തിൽ ജനങ്ങൾ ഹർത്താലിനോട് പെരുമാറുന്ന അല്ലെങ്കിൽ ഹർത്താലിനോട് ആഭിമുഖ്യം കാണിക്കുന്ന പോലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാകാറില്ല. അത് കേരളത്തിലെ രാഷ്ട്രീയ മനസ്സിന്റെ ഒരു ഗുണം കൂടിയാണ്. കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഹർത്താൽ അല്ലെങ്കിൽ ഒരു ചെറിയ സംഘടന ആഹ്വാനം ചെയ്താൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. നമുക്കറിയാം, ഹർത്താലിനെ പൊതു അവധിയും ഹോളിഡേയുമായി ആഘോഷിച്ച സംഭവങ്ങൾ വരെ കേരളത്തിലുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ പണിമുടക്ക് ദേശീയ തലത്തിൽ എത്രയോ യൂണിയനുകൾ, BMS ഒഴികെ INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത, INTUC പ്രത്യേകിച്ചാണ് പ്രകടനങ്ങളൊക്കെ നടത്തിയതെങ്കിലും ഒരു സംയുക്തമായി ആഹ്വാനം ചെയ്ത പണിമുടക്കായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ, മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിന്റെ പ്രചാരണമൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോ ഇതെന്തിനു വേണ്ടിയായിരുന്നു ഈ പണിമുടക്ക് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഈ പണിമുടക്ക് എന്തിനു വേണ്ടിയായിരുന്നു? തൊഴിൽ കോഡുകൾ, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതിനെതിരെയായിരുന്നു ഒന്നാമത്തെ ആഹ്വാനം. 2, തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി VBG റാംജി അങ്ങനെ ഒരു പദ്ധതിയാക്കി മാറ്റി. വളരെയധികം അട്ടിമറി, തൊഴിലാളി ദ്രോഹപരമായ അട്ടിമറി അതിനകത്ത് സംഭവിച്ചു. പിന്നെ മറ്റ് വ്യാവസായിക മേഖലയിലുള്ള പ്രതിസന്ധികൾ, IT മേഖലയിലുള്ള പ്രതിസന്ധികൾ, അങ്ങനെ വ്യാവസായിക മേഖലയും ഇന്ത്യയിലെ തൊഴിൽ മേഖലയും നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഈ പണിമുടക്ക് നടന്നത്. അത് CPM-ന്റെ മാത്രം ആഗ്രഹമല്ല. രാജ്യത്തെ പൊതുവെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അന്നത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയായിരുന്നു ഈ പണിമുടക്ക്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ അവരുടെ പിന്നിലുള്ള തൊഴിലാളി ട്രേഡ് യൂണിയനുകളോട് പറഞ്ഞത്, നിങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കുക, പണിമുടക്കിനെ വിജയകരമാക്കുക എന്ന് ആഹ്വാനം ചെയ്തത്. KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണല്ലോ. അദ്ദേഹം എല്ലാ PCCകൾ എന്ന് പറഞ്ഞാൽ KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പോലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും കത്ത് എഴുതിയിരുന്നു, എല്ലാവരും പണിമുടക്കിൽ പങ്കെടുക്കണം. ഇവിടെ KC വേണുഗോപാലിന്റെ കത്തിന് VD സതീശൻ മുഖവിലേക്ക് എടുത്തു എന്ന് അറിയില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, മല്ലികാർജുൻ ഖാർഗെയുടെ പ്രഖ്യാപനം, ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ പദയാത്ര, വാഹന അകമ്പടിയോടെ നടത്തി. ഇവിടെ മന്ത്രിമാരും MLA-മാർക്കും വേണമെങ്കിൽ അവരുടെ കാറുകളും അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അവരാരും അങ്ങനെ ഉപയോഗിച്ച് കണ്ടില്ല. മുമ്പൊക്കെ നമുക്കറിയാം, നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പല നേതാക്കളും നടന്ന് വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് പരിചിതമാണ് കേരളത്തിൽ. എന്നാൽ
ഇത് കാലഹരണപ്പെട്ട ഒരു സമരമാർഗമാണ്. ഇത് വളരെ സമാധാനപരമായി നടന്നതാണ്. അപ്പോ വി ഡി സതീശൻ എന്ന് പറയുന്ന ആദ്യം പ്രയോഗിച്ച ധിക്കാരി എന്ന് പറയുന്ന വ്യക്തി ഈ പണിമുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് അയാളുടെ പദയാത്ര നടത്തുകയാണ്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരളം തിരിച്ചറിയണം. ഇയാൾ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് അതിനെ ഭംഗിയാക്കി അവതരിപ്പിക്കും. ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് അവതരിപ്പിക്കും. ഈ അമ്മയെ കൊന്നാലും രണ്ട് പക്ഷം പിടിക്കുന്നവരാണ് കേരളത്തിലെ ജനവിഭാഗം. ഇവിടെ അന്ധമായ CPM വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവും പ്രകടമാക്കുന്ന ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും CPM-നെതിരെ നിരന്തരം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ, ഇടതുമുന്നണിക്കെതിരെ നിരന്തരം അവരെ താറടിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തലയ്ക്കകത്ത് ഏറ്റി കമ്മ്യൂണിസ്റ്റ് വിരോധവുമായിരിക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് വി ഡി സതീശന്റെ ഈ നുണപ്രഖ്യാപനങ്ങൾ കൂടി വരുന്നത്. തൊഴിലാളി വിരുദ്ധമാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുമെങ്കിലും നമ്മുടെ മലയാളികൾ എന്ത് ചെയ്യുന്നു? വി ഡി സതീശൻ കി ജയ്, വി ഡി സതീശൻ പറഞ്ഞതാണ് ശരി എന്ന് പറയും. ഈ അരാഷ്ട്രീയ സമീപനം അത് കടുത്ത വലത് രാഷ്ട്രീയത്തിന്റെ ധാരയിൽപ്പെട്ടതാണ്. കടുത്ത വലത് രാഷ്ട്രീയത്തിന്റെ ധാരയിൽപ്പെട്ടതാണ് അരാഷ്ട്രീയവാദം. കലാലയങ്ങളിൽ, സ്കൂളുകളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് വാദിച്ചത് ഇതേ അരാഷ്ട്രീയവാദികളാണ്. ഇപ്പോൾ സ്കൂളുകൾ നോക്കുക, കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധമില്ലാതെ വരുന്ന കുട്ടികൾ. ഈ കുന്നുമലിനെ പോലുള്ള നാലാംകിട VC-മാരോ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കുമ്പോൾ SFI എന്ന ഒറ്റ സംഘടനയുള്ളൂ സമരം ചെയ്യാൻ. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാതൃകകൾ, വി ഡി സതീശനെ പോലെയുള്ള പൊള്ളയായ രാഷ്ട്രീയ മാതൃകകൾ വളർന്നു വരുന്നത് കൊണ്ടാണ് ഈ അരാഷ്ട്രീയ ധാര കേരളത്തിലും ശക്തിപ്പെടുന്നത്. ഈ ധിക്കാരം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയും നല്ലതിനു വേണ്ടിയും ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെങ്കിൽ വി ഡി സതീശൻ ഇതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായ, അല്ലെങ്കിൽ എത്രയോ ജനസമ്മതിയുള്ള നേതാവായി മാറിയേനെ. ഇത് 4, 3, 7 വോട്ടിനു വേണ്ടി തിണ്ണ നിരങ്ങാനും വർഗീയവാദികളുടെ ഒത്താശ പിടിച്ചു പറ്റാനും, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ കപടം വിതറി, കപടത്തിന്റെ വിഷവിത്തുക്കൾ വിതറി കപടതയിലൂടെ അധികാരം നേടാനും ശ്രമിക്കുന്ന വി ഡി സതീശനെ ധിക്കാരി എന്ന് വിളിക്കുമ്പോൾ അതൊരു പോക്രിയായ ധിക്കാരിയാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടിയും വരും.